Hi friends, welcome to Simis Nadan kitchen. എല്ലാവരും സേഫ് അല്ലേ? ഇവിടെ ഞങ്ങളും സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ആയുർവേദ പാനീയത്തിനെ കുറിച്ചിട്ട്, കാഥ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ ഒരു ഡ്രിങ്കിനെ കുറിച്ച് പറയാനായിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ വീണ്ടും നീട്ടേക്കുമല്ലേ. ഈ നീട്ടേക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനീയം കുടിക്കുന്നത് ഒരു ശീലമാക്കാനും കൂടിയായിട്ടാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ കൊറോണയ്ക്ക് മാത്രമല്ല, മറ്റ് ഏത് അസുഖങ്ങൾക്കും ഈ ഒരു ആയുർവേദ പാനീയം കുടിക്കുന്നത് നല്ലതാട്ടോ. അപ്പം അത് കുടിക്കുന്നത് വഴി നമുക്ക് ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടും. എന്നാലല്ലേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ദഹനക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ വിഷാംശമൊക്കെ നമ്മുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനൊക്കെ ഈ ഒരു പാനീയം നല്ലതാണെന്നാണ് ആയുർവേദം പറയുന്നത് കേട്ടോ. ഇത് പണ്ട് മുതലേ ഈ കഥ എന്നുള്ള ഒരു പാനീയത്തിനെ കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരു പാനീയത്തിനെ കുറിച്ചിട്ട്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രോഗം വന്നതിന് ശേഷം മരുന്ന് അന്വേഷിച്ച് നടക്കുന്നതിനേക്കാളും നല്ലല്ലേ രോഗം വരാതെ നമ്മുടെ ശരീരം ആരോഗ്യമായിട്ട് നോക്കുന്നത്. അപ്പം ഇതുപോലെയൊക്കെ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കുക. ഞാൻ ഇതിന് മുന്നേ വേറെ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഇമ്മ്യൂണിറ്റി പവർ ഡ്രിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് കഴിക്കാം. അതും നല്ലതാണ് ഇങ്ങനെ കുടിക്കുന്നതിന്. ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യാനുസരണം നമ്മൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചാൽ മതി. പിന്നെ അല്ലാണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ അല്ലാത്തത് വരുന്നത് വെച്ചാൽ തുളസിയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, തേനും ചേർത്തിട്ടുണ്ട്. ഈ തേനിൻ്റെ അകത്തും ചെറുനാരങ്ങയ്ക്കകത്തും ഒത്തിരി വൈറ്റമിൻ സി ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് ശരീരത്തിന് നല്ലൊരു രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന ഒരു സാധനമാണ്. അത് തേനില്ലാന്നുണ്ടെങ്കിൽ കരിപ്പട്ടി ഇറക്കാം, കരിപ്പട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര ഇറക്കി വെച്ചാൽ മതി. പക്ഷെ പഞ്ചസാര ഇറക്കണ്ട കേട്ടോ. പഞ്ചസാര അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എരിവും പിന്നെ ഒരു പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചധികം മധുരമൊക്കെ ചേർത്തുണ്ടാക്കുവാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇച്ചിരി എരിവൊക്കെ ഉള്ള സാധനമാണ്. പിന്നെ കുരുമുളകും ഇഞ്ചിയൊക്കെ ചേർക്കുന്നതുകൊണ്ട്, കുരുമുളകും ചുക്കും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു എരിവൊക്കെ ഉണ്ട് അതിനകത്ത്. അത് നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമായിട്ട്. അപ്പോൾ അത് കുടിക്കുമ്പോഴത്തേക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് വേണ്ടത് ഒരു പിടി കൃഷ്ണതുളസി, 5 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 12 ഉണക്കമുന്തിരി, ഒരു കഷ്ണം ചുക്ക്. അപ്പോൾ ചുക്കില്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ മുന്തിരിയാണ്. കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. വെള്ളം 3 കപ്പ്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാനീയത്തിൻ്റെ ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ, മധുരത്തിന് ആവശ്യമുള്ള തേനില്ലാന്നുണ്ടെങ്കിൽ ശർക്കരയോ കരിപ്പട്ടിയോ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ സോസ് പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം. ഇതിലേക്ക് നമുക്ക് തുളസിയില ഇട്ട് കൊടുക്കാം. നല്ല കഴുകിയെടുത്ത തുളസിയില കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ ആ കൃഷ്ണ തുളസി തന്നെ വേണം. ആ ഒരു വയലറ്റ് കളറിലെ തുളസി ഉണ്ടല്ലോ, അതാട്ടോ വേണ്ടത്. ഇനി ഇത് ചൂടാക്കാൻ വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുരുമുളക്, കറുവപ്പട്ട, ചുക്ക്, ഏലക്ക, ഇത്രയും സാധനങ്ങൾ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇത് കണക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് ഫൈൻ ആകണ്ട. അതിലേക്ക് നമുക്ക് ചുക്ക്, ഏലക്ക, കറുവപ്പട്ട, ഇത് കണക്കാട്ടോ ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് പൊടിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്തേച്ചാൽ മതിയാവും. ഇനി ഇത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ചേർക്കാം. അപ്പോൾ തുളസിയില വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്
ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ആ പൊടികൾ അങ്ങോട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഈ വെള്ളം ഇപ്പം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ വെള്ളം തിളച്ചിട്ട് ഇപ്പം നമ്മൾ 3 ഗ്ലാസ് അല്ലേ വെച്ചേക്കണം, 3 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് ആയിട്ട് അത് കുറഞ്ഞു വരണം. അത്ര നേരത്ത് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് തിളപ്പിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് തിളയ്ക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുവാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ആവി അടിക്കൂലേ, നമ്മൾ അത് ശ്വസിക്കുന്നതും കൂടെ ഒത്തിരി നല്ലതാട്ടോ. നമുക്ക് എന്തെങ്കിലും ജലദോഷം തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ തിളച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഉണക്കമുന്തിരി അത് ചേർക്കാം. മുന്തിരി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഔഷധപാനീയം ഇതാട്ടോ. ഇനി ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നാരങ്ങയും അല്ലെങ്കിൽ തേൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇത്രയും ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുത്തൊന്നും ഉണ്ടാവില്ല. അതൊരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നാരങ്ങയും തേനും ചേർക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ജഗ്ഗിലേക്ക് ഒഴിക്കണേന്. ഇതിൻ്റെ അകത്തുള്ള ഇതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി സത്തുണ്ടാവും. അതൊക്കെ ഒന്ന് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഔഷധപ്പാനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കാം. അതല്ല ഇതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് ഈ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് തേനും ചെറുനാരങ്ങയും കൂടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു ചെറുനാരങ്ങ എടുക്കുക. അപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഫുൾ നീര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോട്ടിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്യുമ്പോഴത്തേക്ക് നാരങ്ങ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് ജ്യൂസ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതിങ്ങനെ ഇതുപോലെ ഇപ്പോൾ നല്ല സോഫ്റ്റായി. ഇനി ഇത് നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന അതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ നാരങ്ങ ഒഴിക്കുന്നത്. നാരങ്ങ ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് തേനാട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുവാണെങ്കിൽ അത്ര നല്ലതാട്ടോ. തേനിൻ്റെ അകത്ത് ഒത്തിരി വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേൻ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. തേനില്ലാന്നുണ്ടെങ്കിൽ കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കരയും കൂടെ ചേർത്താൽ മതി. ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട് തേൻ. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. അതിന് അളവൊന്നുമില്ല. തേൻ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 തുളസി ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആയുർവേദ ഡ്രിങ്ക് ആയിട്ടുള്ള കാഥ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. എളുപ്പമല്ലേ? നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ കൊറോണ കാലത്ത് ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു ആയുർവേദ പാനീയം ഉണ്ടായിട്ട് എല്ലാ ദിവസവും ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. നമ്മൾ ആരോഗ്യമായിട്ടിരുന്നാലല്ലേ നമുക്ക് അസുഖമൊന്നും വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു വെള്ളം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒന്ന് കുടിക്കട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.